സണ്ണി, നിനക്ക് പരക്ക് പറ്റി സൂക്ഷിച്ച. എന്നെ കുറിച്ച് നീ ആലോചിക്കണ്ട, നിന്നെ കുറിച്ച് നീ ആലോചിക്ക. ഇത് 50 കിലോ ഭാരമുള്ള കൈയാണ്. വെറുതെ മണ്ടത്തരം പറയാതെ ഹണിയോടൊത്ത് ഒരു ടീമായിട്ട് കളിക്കാൻ നോക്ക. ഇവൻ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവനെ തോപ്പിച്ചിട്ടേ വേറെ കാര്യമുള്ളൂ. സണ്ണി, നീ ടീമായിട്ട് കളിച്ചില്ലെങ്കിൽ നീ തീർച്ചയായിട്ടും തോക്കും. എടാ ഇങ്ങോട്ട് നോക്ക, നിന്നെയൊക്കെ തോൽപ്പിക്കാൻ ഞാൻ തന്നെ ധാരാളം. കഴിയുമെങ്കിൽ എന്നൊന്ന് പിടിച്ച് കാണിക്ക, നോക്കട്ടെ. എടാ നിന്റെ പുറകിൽ കിറ്റി നിപ്പുണ്ട്. സണ്ണി എല്ലാ കളിയിലും ചീറ്റ് ചെയ്യാണ്. ലോകത്തിലെ കള്ളക്കളിയുടെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് സണ്ണിയാണെന്ന് മാത്രമേ പറയാൻ കഴിയൂ. ഇപ്പൊ ഞാനൊന്ന് കാണിച്ചു കൊടുക്കാം. ഇവൻ തനിച്ച് കളിച്ച് കളിച്ച് ക്ഷീണിച്ചിരിക്കുകയാണെന്നാ തോന്നുന്നേ. പക്ഷെ നമ്മളാണെങ്കിൽ ഇതുവരെ കളി തുടങ്ങിയിട്ടേ ഇല്ല. എടാ സണ്ണി, എഴുന്നേക്ക്. ഇവന് ബോധം പോയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇവന്റെ വീട്ടിൽ അറിയിക്കണം. എടാ, എന്നെ നീയൊക്കെ തല്ലിയില്ലേ, അതിനുള്ള ശിക്ഷ ഞാൻ ഇപ്പൊ നൽകാം. ഓർമ്മ പോയതുപോലെ അഭിനയിച്ച് ഇന്ന് മുഴുവൻ ഇവന്മാരെ ഒരു വഴിയാക്കണം. സണ്ണി തനിച്ച് കളിക്കരുത് നിന്നോട് പറഞ്ഞല്ലേ. ഇവൻ എപ്പോഴും ആരുടെ വാക്കും കേൾക്കാറില്ല. സംശയമുണ്ടോ? ഞാനെന്താടാ പോയോ? അല്ല, നിങ്ങളൊക്കെ ആരാ? നിങ്ങൾക്കറിയാമെങ്കിൽ ഞാൻ ആരാണെന്നൊന്ന് പറഞ്ഞു തരാമോ? എനിക്കെങ്ങനെയാ നഖമൊക്കെ വളർന്നത്? എനിക്കുണ്ടായിരുന്ന ചിറകല്ലേ. ഞാൻ രാവിലെ ടീം അണ്ടർ കളിച്ചായിരുന്നു. അതെവിടെ പോയി? എനിക്ക് തോന്നുന്നത് ഇവന്റെ തലയിൽ ബോൾ കൊണ്ടത് കൊണ്ട് ഇവന്റെ ഓർമ്മയൊക്കെ പോയെന്നാണ്. കൊച്ചലിയ, ഈ ഓർമ്മ പോയെന്ന് പറഞ്ഞ എന്താണ്? അല്ല, എനിക്കങ്ങനെ എപ്പോഴെങ്കിലും പോവാറുണ്ടോ? നീ ടെൻഷൻ ആവണ്ട. തലയ്ക്കകത്ത് വെളിവുള്ളവർക്ക് മാത്രമേ ഓർമ്മ പോകുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. കൊള്ളാലോ, എത്ര വലിയ ലഡുവാ. ഞാനെന്തായാലും കഴിക്കാൻ പോവാണ്. ഇത് ലഡു അല്ലടേ, ബോളാ, ബോൾ. സോറി, ഞാൻ മറന്നുപോയി. അപ്പൊ ലഡ് എങ്ങനെയാ ഉണ്ടാവുക? എടാ കുട്ടിയാടേ, നിന്നെ കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് രണ്ടുപേർക്ക് കളിക്കാം. നീ എന്താടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ അടിച്ച അടിയിൽ ദാ ഇവൻ കറങ്ങി തിരിഞ്ഞ് ഇവന്റെ മോന്തയുടെ ഷേപ്പ് പോലും മാറിപ്പോയി. സംശയട്ടോ? എടാ സോറി, ഞാനൊന്ന് വെറുതെ അവന്റെ അടുത്ത് കളിച്ചത് മാത്രമേ ഉള്ളൂ. ഇതിനൊക്കെ കാരണം നീ ഒരുത്തൻ മാത്രമാണ്. ഇവൻ എന്തായാലും ശരിയാക്കുന്നത് വരെ ഇവനെ നമ്മളുടെ അടുത്ത് തന്നെ വെക്കാം. അല്ല കിറ്റി, ഇല്ല, ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ചാ കുട്ടി എത്ര ക്യൂട്ടാണെന്നാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഞാനിവിടെ ആദ്യമായിട്ടാണ്. നീ എന്ത് തമാശ കളിക്കാണോ സണ്ണി? ഞാൻ നിന്റെ കൂട്ടുകാരിയല്ലേ, എന്നിട്ട് നിനക്ക് എന്നെ മനസ്സിലായില്ലേ? അതെ, താൻ ആരാണെന്ന് എനിക്ക് അറിയില്ല. നീ എന്റെ ഫ്രണ്ടിന്റെ മുന്നിൽ വെച്ച് നീ എന്നെ അപമാനിക്കുകയാണല്ലേ? ഇതിനകത്ത് എന്തോ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞതല്ലേ, താൻ ആരാണെന്ന് എനിക്ക് അറിയില്ല. ഒന്ന് മാറി നിൽക്ക. എവിടെ നിന്നൊക്കെ കേറി വരുന്നുവോ? വേഗം ഇവിടെ പൊയ്ക്കോ. ഞാൻ ഇനി നിന്നോട് ഒരിക്കലും സംസാരിക്കില്ല. നീ എന്തായാലും വിഷമിക്കണ്ട സണ്ണി. ഈ വേദന എന്തായാലും നിനക്ക് ഓർമ്മയുണ്ടാവില്ല. വാ, വീട്ടിലേക്ക് പോവാ. കൂട്ടുകാരെ, നിങ്ങൾ സണ്ണിയും കൊണ്ട് വീട്ടിലേക്ക് പൊയ്ക്കോ. ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരാം. നിങ്ങൾ എന്നെ എങ്ങോട്ടാ കൊണ്ടുവന്നത്? ഇതാണ് ഞങ്ങളുടെ വീട്. എടാ, വീട്ടിനകത്ത് നമുക്ക് ഫുട്ബോൾ കളിക്കാമോ?
കൊള്ളാം, പച്ച ബോൾ. ഇവന്റെ ഓർമ്മ പോയത് കാരണം ഇനി മറ്റുള്ളവരുടെ ഓർമ്മ പോകുന്ന എനിക്ക് തോന്നുന്നത്. എടാ സണ്ണി നിർത്ത്, വീട്ടിനകത്ത് ഫുട്ബോൾ കളിക്കാൻ പാടില്ല, മനസ്സിലായോ? എന്നോട് ക്ഷമിക്ക്, ഞാൻ മറന്നുപോയി. എങ്കിൽ നമുക്ക് വീട്ടിൽ ചെസ് കളിക്കാം. അതെന്തായാലും കൊള്ളാം, ഒരു സ്ഥലത്ത് ഇരുന്ന് കളിക്കാമല്ലോ. ദാ നോക്ക്, ഞാൻ ചെസ് കളിക്കുകയാണ്. എടാ അത് ചെസ് ബോർഡൊന്നും അല്ല, സ്കേറ്റ് ആണ്. ഇവ മറന്നു പോയെന്നാ തോന്നുന്നു. ഹേയ്. ആഹാ. അയ്യോ ഇല്ല, ഞാൻ ഉണ്ടാക്കി വെച്ച ആഹാരങ്ങളൊക്കെ നശിച്ചു പോയി. പാഴായതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് വേറെ പുതിയത് ഉണ്ടാക്കാം. എന്തായാലും സണ്ണി വീഴാത്തത് നന്നായി. യുവമാർക്ക് എന്തായാലും നല്ല പണി കൊടുക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഒന്നിനെ വെറുതെ വിടാൻ പാടില്ല. അല്ല, ഇത് വെച്ച് കളിക്കാനുള്ളതാണോ? അല്ല, ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. അത് കൊള്ളാം. അല്ല, ഇത് തുണി നനയ്ക്കാനുള്ള സോപ്പല്ലേ? കഴിക്കുന്ന സാധനമാണെന്ന് പറഞ്ഞവൻ കഴിക്കും. അല്ല, ഇത് എറിഞ്ഞു കളിക്കാനുള്ളതാ. ഇനി നീ എന്തെടുത്താലും അത് നേരെ എന്റെ വായിലോട്ട് എറിഞ്ഞോണം, കേട്ടല്ലോ? ഓക്കേ. ആ. അയ്യോ, അയ്യോ. ഞാനാണ് തവളക്കൂട്ടൻ, വന്നിരിക്കുന്നു. ലെറ്റർ. സണ്ണി എവിടെ? എടാ, സണ്ണിയുടെ ലെറ്റർ സണ്ണിയുടെ വീട്ടിലല്ലേ കൊണ്ടുപോയി കൊടുക്കേണ്ടത്? അതായത് പൂച്ചക്കൊട്ടാരത്തിൽ. നീ എന്തിനാ ഇങ്ങോട്ടേ കൊണ്ടുവന്നത്? അയ്യോ. ഇതിനെ കുറിച്ച് എനിക്കെന്തറിയാനാ? ഞാൻ രാകേഷാണ്. അങ്ങ് ചന്ദ്രനില ജീവിക്കുന്നത്. ഞാൻ പ്രാവാണ്. ഞാൻ മറന്നുപോയി. എനിക്ക് സാൻഡ്വിച്ച് കഴിക്കണം. എവിടെയാ വെച്ചിരിക്കുന്നേ? കൂട്ടുകാരെ, എനിക്ക് ഇവനെ നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു. ഈ പോസ്റ്റ്മാനെ ഞാൻ തന്നെ ഇങ്ങോട്ടേക്ക് വരുത്തിയത്. ഇപ്പൊ കാര്യം പിടികിട്ടി. സണ്ണി ഓർമ്മ പോയതുപോലെ നാടകം കളിക്കുക. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇപ്പൊ ഞാൻ കൊടുക്കുന്ന പണിയിൽ ഇവന്റെ ഓർമ്മ മാത്രമല്ല, ഇവന്റെ മുത്തശ്ശന്റെ ഓർമ്മയും തിരികെ വരും. പക്ഷെ മുത്തശ്ശിയെ തന്നെ ഇവൻ മറന്നു പോയാലോ? വലിയ ഒന്ന് വായടക്ക്, ഞാൻ പറയുന്ന കേക്ക്. ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ട് സണ്ണി? എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഇല്ല, ഈ സാൻഡ്വിച്ച് അറിയാൻ എന്റെ വായിക്കകത്തേക്ക് പോയി. എനിക്കപ്പോ എല്ലാം ശരിയാവും. പേടിക്കണ്ട, ഡോക്ടർ ബാലുവിന്റെ ബുക്ക് എന്റെ കയ്യിലുണ്ട്. ഇതിൽ എഴുതിയിരിക്കും പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിനക്ക് നിന്റെ ഓർമ്മ തിരിച്ചു വരും. ഇവന്മാര് മണ്ടന്മാര് തന്നെയാണ്. ഓർമ്മ പോയാൽ മാത്രമല്ലേ ഓർമ്മ തിരിച്ചു വരികയുള്ളൂ. ഏതായാലും വിടാതിരിക്കാം. ഇവന്മാരൊന്നും തന്നെ അറിയാൻ പാടില്ല. മരുന്നുണ്ടാക്കുന്ന വിധം, അതിനായി പൈനാപ്പിൾ, തണ്ണിമത്തൻ, കുമ്പളങ്ങ, അതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട്. തുടങ്ങിക്കോ കൂട്ടുകാരെ. എടാ, ഇത് വളരെ അപകടം പിടിച്ചതാണ്. അടുത്തത് നമുക്ക് നോക്കാം. കൊള്ളാം, ഇവന് കുറച്ചായിട്ട് ഓർമ്മ വരുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ബുക്ക് ഒരു സംഭവം തന്നെയാണ്. അടുത്ത മരുന്ന് രോഗിയെ നന്നായിട്ട് കിടത്തി ചികിത്സിക്കണം. അതും ഐസിന്റെ മുകളിൽ വെച്ച് വേണം. ഇത് ശരിയാവുന്നില്ല. എന്തായാലും അടുത്ത് നോക്കാം. രോഗിയെ പിടിച്ച് കൈയും കാലും കെട്ടി തിളച്ച എണ്ണയിൽ പൊരിച്ച് സിംഹത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി അവനെ അവിടെ ഇട്ടിട്ട് നിങ്ങൾ പൊയ്ക്കോളൂ. കാരണം രോഗിക്ക് നിങ്ങളെ ഓർമ്മയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ അവനെ ഓർമ്മിക്കണം?
എടാ, വേണ്ട, എനിക്കെല്ലാം ഓർമ്മ വന്നു. എന്തിന് കഴിഞ്ഞ ജന്മം പോലും ഓർമ്മ വന്നു. നീ ബണി, നീ ഹണി. പച്ചക്കള്ളം, നിനക്ക് ഒന്നും ഓർമ്മയില്ല. ഞാൻ ജിതേന്ദ്രനാണ്. ദാ ഇവൻ ബൊഫേന്ദ്രനും. ഇപ്പൊ എന്തെങ്കിലും ഓർമ്മ വന്നോ? ഒന്നും ഓർമ്മ വന്നിട്ടില്ല. വീണ്ടും ഇവനെ തല്ലണം. എടാ, എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്. ഞാൻ ഒന്നും തന്നെ മറന്നതല്ല. ഞാൻ വെറുതെ നാടകം കളിക്കുകയായിരുന്നു. നിങ്ങൾക്കിട്ടൊരു പണി തരാന്ന് കരുതി അങ്ങനെ ചെയ്ത്. ഞങ്ങളടുത്താണോ നിന്റെ കളി? കളി എന്താണെന്ന് നിനക്ക് ഞങ്ങൾ പഠിപ്പിച്ചു തരാം. എടാ, നിങ്ങളൊക്കെ വലിയ ബുദ്ധിമാന്മാരാ. ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അയ്യോ.